എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഏതെല്ലാം തരത്തിൽ ടോക്സിക് ആവുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? നമ്മുടെ മനസ്സ്, ശരീരം ടോക്സിക് ആവുന്നുണ്ട്. അതായത് പുറമേ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വിഷമയമായ, നമ്മുടെ മനസ്സിൽ വിഷമയമായ അന്തരീക്ഷം, ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദവും പോലെയുള്ള വിഷയങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആക്രമിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ആ വിഷയത്തെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. അതായത് നമ്മുടെ ശരീരം വിഷമയമാകുന്നുണ്ട്, അതിന് എങ്ങനെ നമുക്ക് ഡീടോക്സിഫൈ ചെയ്യാം, ഈ വിഷത്തെ നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും എങ്ങനെ അകറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ആങ്സൈറ്റി, പാനിക്, OCD, ഡിപ്രഷൻ എന്നിവയുടെ CBT ചികിത്സാ രീതിയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഡീടോക്സിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫിസിക്കൽ ഡീടോക്സിഫിക്കേഷൻ. ഫസ്റ്റ് ടോപ്പിക്ക് ഫിസിക്കൽ ഡീടോക്സിഫിക്കേഷൻ, ശാരീരികമായ ഡീടോക്സിഫിക്കേഷൻ. ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം 3 ലിറ്റർ, 1.5 ലിറ്ററാണ് പൊതുവെ പറയാറ്. നമ്മൾ 2 or 3 ലിറ്റർ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നല്ല ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ഉതകുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക. നല്ലപോലെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക. അതേപോലെ നമ്മുടെ ലിവറിനെ സഹായിക്കുന്ന ഭക്ഷണം, കൊളസ്ട്രോൾ കുറവുള്ള ഭക്ഷണം, എണ്ണ കുറവുള്ള ഭക്ഷണം, മസാലകൾ ഒരുപാട് കുറവുള്ള ഭക്ഷണം, ഇതെല്ലാം കഴിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്. മെൻ്റൽ ഡീടോക്സിഫിക്കേഷൻ. ഈ മെൻ്റൽ ഡീടോക്സിഫിക്കേഷനിൽ നമ്മുടെ മനസ്സിനകത്തുണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച്, അതിനെങ്ങനെ കുറയ്ക്കണം എന്നുള്ളതാണ് മെൻ്റൽ ഡീടോക്സിഫിക്കേഷൻ. അതിന് ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഓവർ തിങ്കിങ് ഒക്കെ എഴുതി വയ്ക്കാം. നെഗറ്റീവ് സെൽഫ് ടോക്ക് പരമാവധി ഒഴിവാക്കുക. ടൈം മാനേജ്മെൻറ്റ് പരിശീലിക്കുക. പ്രയോറിറ്റീസ് നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുക. ജേണൽ എഴുതുന്നതും, അതേപോലെ ആവശ്യമെങ്കിൽ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും ഈ മെൻ്റൽ ഡീടോക്സിഫിക്കേഷന് സഹായിക്കും. അടുത്തത് ഇമോഷണൽ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ റിലീസാണ്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക. റിസെൻറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. നമ്മുടെ ഫീലിങ്സിനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. മറ്റുള്ളവർക്ക് നന്ദി പ്രകാശിപ്പിക്കുക. ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. ആവശ്യമുള്ള സാഹചര്യങ്ങളിലെല്ലാം നല്ല കണക്ഷൻസ് ഉപയോഗപ്പെടുത്തുക, നിർമ്മിക്കുക. നമ്മളുമായി എമോഷണലി നല്ല രീതിയിൽ ബോണ്ടിങ് ഉള്ള ആളുകളുമായി സംസാരിക്കുക. സ്പിരിച്വൽ ക്ലൻസിങ് എന്നുള്ളതാണ് അടുത്തത്. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അടുത്ത് തോന്നുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുക. നേച്ചറിൽ, അതായത് നല്ല ചുറ്റുപാടുകളിൽ, നല്ല പുറം ഏരിയകളിൽ സമയം ചിലവഴിക്കുക. സ്റ്റിൽനെസ് പ്രാക്ടീസ് ചെയ്യുക. കുറേ നേരം അനങ്ങാതെ ഒരു സ്ഥലത്തിരുന്ന് റിലാക്സ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പർപ്പസ് കൾട്ടിവേറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്നതൊന്നും വെറുതെ അല്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ കർമ്മമാണ് ചെയ്യുന്നത്, ആ കർമ്മം ഞാൻ നല്ല രീതിയിൽ ചെയ്യും എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഹോളിസ്റ്റിക് സപ്പോർട്ട് എന്നുള്ളതാണ് അടുത്ത ഏരിയ. അതിൽ നല്ല ഉറക്കം നമ്മൾ നേടിയെടുക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വർക്കും റെസ്റ്റും ഫാമിലിയും ഇതെല്ലാം ബാലൻസ് ചെയ്യുക. സപ്ലിമെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുക. സൺലൈറ്റ് അത്യാവശ്യമായി നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിക്കുക. മെഡിറ്റേഷനും എക്സസൈസും എല്ലാം ചെയ്ത് നമ്മുടെ എനർജി ചെറുതായി റീസ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷനാണ് അടുത്ത ഒരു ടോപ്പിക്. അതിൽ നമുക്കറിയാം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക,
സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ ബ്രേക്സ് അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ നേരത്തേക്ക് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുക. അതിനുശേഷം വീണ്ടും അരമണിക്കൂർ നേരത്തേക്ക് ഉപയോഗിക്കേണ്ട, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ബ്രേക്ക് ഉപയോഗിക്കുക. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ടോട്ടലി സൈലൻറ്റിൽ വയ്ക്കുക. ഒരു കാരണവശാലും നോട്ടിഫിക്കേഷൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാക്കുക. നമ്മുടെ ഫോക്കസ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ ഫോക്കസ് എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലേക്ക് പോകാത്ത തരത്തിൽ, ചിത്രങ്ങളിലേക്ക്, പുതിയ ന്യൂസുകളിലേക്ക് പോകാത്ത തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സെൽഫ് കെയർ റിച്വൽസ് ആണ് അടുത്തത് വരുന്നത്. ഡെയിലി മൂവ്മെൻറ്റ് അത്യാവശ്യമാണ്. എക്സസൈസ് ചെയ്യണം, നടക്കണം, ചുറ്റുപാടും ഒന്ന് കറങ്ങി നടക്കണം, മറ്റുള്ളവരുമായി സംസാരിക്കണം, ഇടപഴകണം, നമ്മുടെ തോട്ടത്തിലൂടെ നടക്കണം, ഇതെല്ലാം ചെയ്യണം. സ്കിൻ കെയർ വളരെയധികം പാലിക്കുക. ഉറക്കം നല്ലപോലെ പാലിക്കുക. എല്ലാ ദിവസവും കുളി നല്ലപോലെ പാലിക്കുക. റിലാക്സേഷൻ പ്രാക്ടീസസ് നല്ലപോലെ ചെയ്യുക. ശരീരത്തെയും മനസ്സിനെയും എപ്പോഴും റിലാക്സ് ചെയ്ത് സൂക്ഷിക്കുക. ഞാൻ എൻ്റെ സമയം, എൻ്റെ കൂടെ ചിലവഴിക്കുന്ന സമയം എല്ലാ ദിവസവും റെഗുലറായി ഉപയോഗിക്കുക. അടുത്തത് ഭക്ഷണം കഴിക്കുന്നത് മൈൻഡ്ഫുള്ളായി ചെയ്യുക. മൈൻഡ്ഫുൾ കൺസംഷൻ എന്ന് പറയുന്നത് ബ്രീത്തിങ്ങിൽ വരാം, ഭക്ഷണം കഴിക്കുന്നതിൽ വരാം. ബ്രീത്തിങ് കൺസംഷൻ മൈൻഡ്ഫുള്ളായി ചെയ്യുക. നമ്മുടെ ശരീരത്തിനകത്ത് ബ്രീത്ത് പോകുന്നതും വരുന്നതുമെല്ലാം മനസ്സിൻ്റെ കണ്ണുകൾ കൊണ്ട് ഫോക്കസ് ചെയ്ത് കണ്ട് പതിയെ ചെയ്യുക. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഓരോ ഭക്ഷണത്തെയും, ഓരോ തരിയെയും, ഓരോ കയ്യിലെടുക്കുന്നതിനെയും കൃത്യമായി മനസ്സറിഞ്ഞ്, ശരീരമറിഞ്ഞ്, വായറിഞ്ഞ്, മൂക്കറിഞ്ഞ് കഴിക്കുക. അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനിൽ സെലക്റ്റീവ് ആവണം. ഞാൻ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻസേ എനിക്ക് വരാവൂ. അത് സോഷ്യൽ മീഡിയയിൽ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു കാര്യം ശീലിച്ചെടുക്കുക. ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ സ്പിരിറ്റിനെയും ഡീടോക്സിഫൈ ചെയ്യുവാനുള്ള വഴികൾ. ഇതല്ലാതെയും വഴികളുണ്ടാവും, ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഇതെല്ലാം നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും കുറയ്ക്കുവാൻ സഹായിക്കും. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.